ഹായ് കുഞ്ഞുങ്ങളെ, ഒരു പുതിയ ബയോളജി ക്വസ്റ്റ്യനുമായിട്ട് ടീച്ചർ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ. ക്വസ്റ്റ്യൻ വായിച്ചോളൂ. വിച്ച് among the following is a substrate molecule of beta galactosidase? Options: repressor protein, glucose, beta galactoside, galactose. അപ്പോൾ ക്വസ്റ്റ്യനും ഓപ്ഷൻസും കൂടെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ലാക്കോപ്രോൺ തന്നെയാണ് ഓർമ്മ വരുന്നത്. ലാക്കോപ്രോണി എന്നുള്ളൊരു ക്വസ്റ്റ്യനും തന്നെയാണിത്. പക്ഷെ ഇതിനകത്ത് നമ്മൾ ബീറ്റ ഗാലക്ടോസൈഡ് എന്നൊരു വേർഡ് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടാകുമോ എന്നുള്ളതാണ് സംശയം. NCERT ടെക്സ്റ്റ് നല്ലതുപോലെ വായിക്കാത്ത കുട്ടികളാണ് എങ്കിൽ NCERT ടെക്സ്റ്റ് വായിച്ച കുട്ടികൾക്ക് തീർച്ചയായിട്ടും ആൻസറിലേക്ക് വരാം ബീറ്റ ഗാലക്ടോസൈഡ്, സി ഓപ്ഷൻ. പക്ഷെ അത് എങ്ങനെ വന്നു എന്നുള്ളതാണ്. അതായത് ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈമിൻ്റെ സബ്സ്ട്രേറ്റിൽ ലാക്ടോസ് എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ലാക്ടോസ്, ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസും ഒരു മോളിക്യൂൾ ഗാലക്ടോസുമാക്കി മാറ്റും. ആക്ച്വലി ഗാലക്ടോസ് ഗ്ലൂക്കോസുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് β14 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മൾ NCERTയിൽ അത്തരത്തിൽ ഡയറക്റ്റായിട്ട് പറയുന്നില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു ബോണ്ട് കാരണമാണ് ലാക്ടോസിൻ്റെ മറ്റൊരു പേര് ബീറ്റ ഗാലക്ടോസൈഡ് എന്ന് വെച്ചിരിക്കുന്നത്. അതായത് ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈമിൻ്റെ സബ്സ്ട്രേറ്റ് ആണ് ലാക്ടോസ്. സോ ബീറ്റ ഗാലക്ടോസൈഡ്. കാര്യം ഗാലക്ടോസ് ഗ്ലൂക്കോസിനോട് ചേർന്നിരിക്കുന്നത് β14 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം അറിയണമെങ്കിൽ NCERTയിലെ ഈ ഒരു പാരഗ്രാഫ് കൃത്യമായിട്ട് വായിച്ച ഒരു കുട്ടിയായിരിക്കണം. അപ്പോൾ അതിൽ കണ്ടോ, ലാക്ടോസ് എന്നുള്ള സ്ഥാനത്ത് അവിടെ ബീറ്റ ഗാലക്ടോസൈഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ലാക്ടോസ് ഓർ ബീറ്റ ഗാലക്ടോസൈഡ് എന്നല്ല എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മിക്കവാറും കുട്ടികൾ അത് ശ്രദ്ധിക്കും. പക്ഷേ എഴുതിയിരിക്കുന്നത് പെർമിയേസ് എൻസൈമിൻ്റെ ഫംഗ്ഷൻ പറയുന്നിടത്താണ്. പെർമിയേസ് എൻസൈം ഈ ബീറ്റ ഗാലക്ടോസൈഡിൻ്റെ പെർമിബിലിറ്റി കൂട്ടുന്നു. അതായത് ബാക്ടീരിയൽ സെല്ലിനകത്തേക്ക് ലാക്ടോസ് കയറുന്നതിൻ്റെ പെർമിബിലിറ്റി കൂട്ടുന്ന ആളാണ് പെർമിയേസ് എൻസൈം. പക്ഷെ അവിടെ ലാക്ടോസ് എന്നുള്ളതിൻ്റെ ആ ഒരു സ്ഥാനത്ത് ലാക്ടോസ് എഴുതേണ്ടടുത്ത് ബീറ്റ ഗാലക്ടോസൈഡ് എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോഴാണ് കുട്ടികൾ ആ സെനൻസ് വായിക്കുമ്പോൾ ലാക്ടോസിന് അങ്ങനെയും ഒരു പേരുണ്ട്, ബീറ്റ ഗാലക്ടോസൈഡ് ആണെന്നും പിന്നെ ടീച്ചർ പറഞ്ഞ ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുമ്പോൾ ഈ തരത്തിലൊക്കെ ആയിരിക്കും ബയോളജി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസുമായിട്ട് ടീച്ചർ വരാം. ടിൽ ദെൻ, ഗുഡ് ബൈ.